സോ മിസ്റ്റർ അഖിൽ, നിങ്ങൾക്ക് ഈവൻറ്റ്സ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്? സംസ്കൃതി ഈവൻറ്റ്സ് എന്നൊരു കമ്പനി സ്വന്തമായിട്ട് എനിക്കുണ്ടായിരുന്നു സാർ. മൈ ബാഡ് ലക്ക്. ഇപ്പം അതൊന്നുമില്ല. ഓ, ജീവിതത്തിൽ പരാജയപ്പെട്ടവനാണല്ലേ? അതെ സാർ. ഇതുപോലുള്ള ആൾക്കാരാണ് പട്ടിയെ പോലെ പണിയെടുക്കുന്നത്, വിശ്വസ്തതയുള്ള ജോലിയും ചെയ്യും. ഓക്കെ മിസ്റ്റർ അഖിൽ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വേണം. യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു വെരി മച്ച്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. ലൈഫ് ലോങ് ഓർമ്മയുണ്ടായിരിക്കണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. നാളെ മുതൽ ഓഫീസിൽ വന്നോളൂ. ഓക്കെ സാർ. താങ്ക് യു സോ മച്ച്. കാണാം സാർ. എന്നെ ഒന്ന് വിളിക്കോ? ഇനി ബാക്കിയുള്ളത് ആന്റി മാത്രോ? അകത്തേക്ക് പോയിക്കോളൂ. ആന്റി എന്നെ വിളിക്കാതടാ. ഞാൻ കൊച്ചു പെണ്ണോ? എന്റെ പേരാ സാർ സുമംഗലാന്ന്. ഓഹോ, അങ്ങോട്ട് ഇരുന്നോളൂ. താങ്ക് യു സാർ. എന്തിനാ വന്നത്? ജോലി ചെയ്യാൻ വേണ്ടി. ഈ ജോലിയെല്ലാം ബാച്ചിലേഴ്സിനുള്ളതാ. ഞാനും ബാച്ചിലറാ സാർ. അപ്പോ നിങ്ങൾക്ക് ഇനിയും കല്യാണം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സ് വെക്കുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും. എന്ത്? അത് നിങ്ങൾ ജോലി തരികയാണെങ്കിൽ കല്യാണം കഴിച്ച് ജീവിതത്തിൽ സെറ്റിൽ ആവാന്ന് പറയാ. പാവം, പെൻഷൻ വാങ്ങേണ്ട സമയത്ത് ജോലി ടെൻഷനിലാണെന്ന് തോന്നുന്നു. പെൺകുട്ടികളെ മാത്രം ഞാൻ ജോലിക്കെടുത്താൽ ചേച്ചിക്ക് ചിലപ്പോൾ സംശയം തോന്നും. ഇതുപോലെ പ്രായമുള്ളവരെയും ജോലിക്കെടുത്താൽ പിന്നെ സംശയമുണ്ടാവില്ല. ഓക്കെ മിസ് സുമംഗലി, യു ആർ അപ്പോയിന്റഡ്. എന്താ സാറ് പറഞ്ഞേ? നിങ്ങളെ ജോലിയിൽ എടുത്തു വന്നു. സാർ, താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. അയ്യോ, എന്താ മേഡം ഈ ചെയ്തേ? അത് നിങ്ങൾ ജോലി തന്നെന്ന സന്തോഷത്തില് ഞാന്. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെ വെച്ചോ, എന്റെ അടുത്ത് കൊണ്ടുവരാൻ നോക്കണ്ട. ഓക്കെ സാർ. ഞാൻ എപ്പോ മുതലാ സാർ ജോലിക്ക് വരേണ്ടത്? നാളെ തന്നെ വന്നോളൂ. ഈ റൂമിൽ മാത്രം വന്നേക്കരുത്. പൊയ്ക്കോളൂ. താങ്ക് യു സാർ. താങ്ക് യു. അയ്യോ, എനിക്ക് ജോലി കിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. അടവുകൾ 18 പയറ്റിയ കാലം അത് കഴിഞ്ഞ് വിട വന്നെടുത്തൊരു നേരം ഇനി ഇവിടുന്ന് തുടങ്ങണം പൂരം ഇടിക്കതിനെയും പരവയും വേണം സുട്ടിയേ പതറാതെ വിട്ടോടാ.
എന്താണത്? നിങ്ങൾക്ക് അപസ്മാരമാണെന്ന് കരുതി ഞാൻ താക്കോല് കൈ തന്നതാ. എനിക്ക് അപസ്മാരം നല്ലടാ, എനിക്ക് ജോലി കിട്ടിയേ. ഉണ്ണി, നീ അമ്മയുടെ കൂടെ മാർക്കറ്റിൽ പോയില്ലേ? ഇല്ല അച്ഛാ, ഹോംവർക്ക് ഉള്ളോണ്ട് വീട്ടിൽ തന്നെ നിന്നു. അമ്മ തിരികെ എത്തിയോ? ഇതുവരെ വന്നില്ല അച്ഛാ. അവള് പോയിട്ട് കുറെ നേരമായല്ലോ, എന്നിട്ടെന്താ ഇതുവരെ എത്താത്തെ? മേഡം ഓട്ടോ വേണോ? ഗാന്ധിനഗർ പോകാൻ എത്രയാ? 100 രൂപയോ മേഡം? 100 രൂപയോ? അത്രയും കാശുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങാമല്ലോ. വേണ്ട ചേട്ടാ, നിങ്ങൾ പൊക്കോളൂ. വസുന്ധര, വസുന്ധര, are you okay? വസുന്ധര, തനിക്ക് എന്താ പറ്റിയേ?
സാധാരണ എല്ലാവരും ചെറിയ കാര്യത്തിന് പോലും നല്ല പേടിക്കാറുണ്ട്. അതെന്തോ വലിയ ജോലി എന്ന രീതിയിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനാണ് ഒരുപാട് കഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞ് ഒരുപാട് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ താനങ്ങനെയല്ല. പരമശിവൻ കാളകൂട വിഷം തൊണ്ടയിൽ വെച്ചതുപോലെ തന്റെ ബുദ്ധിമുട്ടുകൾ താൻ മനസ്സിൽ തന്നെ വച്ചിരിക്കുക. അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. ശരിക്കും ഇത് ചെറിയ കാര്യങ്ങളല്ലേ. ഇതിലൊന്നും ഞാൻ ഒരിക്കലും പേടിക്കില്ല. അല്ല, അഖിലും കാർത്തിക എവിടെ ഏട്ടാ? എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ചെറിയച്ഛനും ചെറിയമ്മയും പുറത്തു പോയിരിക്കാമേ. എവിടെ ഏട്ടാ പോയത്? അറിയില്ല വസുന്ധരെ, എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. അവര് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉച്ചയ്ക്ക് വരുമ്പോ എനിക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം വയറ് നിറച്ച് കഴിക്കുന്നത് കാണണം. താൻ വളരെ ഗ്രേറ്റ് ആണ്. തന്റെ കഷ്ടത്തിൽ പോലും അവരുടെ ഇഷ്ടങ്ങൾ താൻ ശ്രദ്ധിക്കുക. ലക്ഷ്മി, ടാബ്ലറ്റ് കൊണ്ടുപോ മോളെ. ലക്ഷ്മി, ചേച്ചിക്ക് ഞാൻ ടാബ്ലറ്റ് കൊടുത്തോളാം, നീ വെക്കോ. ആര് തന്നാൽ എന്താ ചന്ദ്രശേഖര? എന്റെ കൈ കൊണ്ട് തന്നാലേ എനിക്ക് സന്തോഷമാണ് ചേച്ചി. ഇതാ കഴിക്കേ. ചേച്ചി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ. രാവിലെ മുതൽ ഞാൻ റെസ്റ്റ് എടുക്കുക. അല്ല, ഓഫീസിൽ പുതിയ സ്റ്റാഫുകളെയൊക്കെ അപ്പോയിന്റ് ചെയ്തോ? ഇന്നാണ് ഇന്റർവ്യൂ നടത്തിയത് ചേച്ചി. 3 പേരെ സെലക്ട് ചെയ്തു. ഇവരെങ്കിലും കുറച്ചുനാൾ ഉണ്ടാവുമോ? നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് ചേച്ചി? മനുഷ്യർക്ക് സ്വാർത്ഥത കൂടി വരിക. എവിടെ ശമ്പളം അധികം കിട്ടുന്നുവോ അങ്ങോട്ട് പോവുക. നമ്മളെന്താ ശമ്പളം കുറച്ചാണോ കൊടുക്കുന്നേ? നമ്മൾ നന്നായി കൊടുക്കുന്നുണ്ട്. പക്ഷേ ചോദിക്കുന്നവന്റെ ആഗ്രഹത്തിന് ഒരിക്കലും തൃപ്തി വരില്ല ചേച്ചി. സാലറി അധികം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, ഞാൻ പറയുന്നത് അനുസരിക്കാത്തവരെ പറഞ്ഞു വിട്ടിട്ട് പുതിയ ആൾക്കാരെ എടുത്തോണ്ടിരിക്കുക. രണ്ടുപേരും എങ്ങോട്ടാ പോകുന്നേ? എനിക്ക് പാർക്കിലേക്ക് പോകണം. എന്റെ ഫ്രണ്ട്സിനോട് റെസ്റ്റോറന്റ് വരാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പാർട്ടിക്ക് പോകാൻ പൈസ വേണം. ട്രീറ്റ് ചെയ്യാനും എനിക്ക് കാശ് വേണം. എപ്പം നോക്കിയാലും പാർട്ടിയും ട്രീറ്റും ഇത് മാത്രമേ ഉള്ളോ? പണം എന്തോ മരത്തിലാണോ കായ്ക്കുന്നത്? നിങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്താൽ എന്താ? ഇത്രയും നാള് പഠിക്കാൻ പറഞ്ഞു, ഇപ്പതാ ജോലി ചെയ്യാനും. ഞങ്ങൾ എപ്പോഴാ ലൈഫ് എൻജോയ് ചെയ്യുന്നത്? ഞങ്ങൾക്കൊരു ലൈഫ് ഉണ്ടല്ലോ. കുറച്ച് നാളുകൾ കഴിഞ്ഞ് എന്റെ കല്യാണം നടത്തി ചെക്കന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. പിന്നെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോഴല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. എൻജോയ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിന് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവണ്ടേ? നിങ്ങൾക്ക് അതൊന്നും ഇല്ലേ? ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കാൻ നോക്കുകയാണോ? നിങ്ങൾ എന്തായാലും സമ്പാദിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ സമ്പാദിക്കണമെന്നുണ്ടോ? നിങ്ങൾ സമ്പാദിച്ചതെല്ലാം ഞങ്ങൾക്ക് തരാതെ വേറെ ആർക്കും കൊടുക്കാനാ പോകുന്നേ? നിങ്ങൾക്ക് തന്നെയാ തരുന്നത്. പക്ഷേ അതിന് നിങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കണം. ഉത്തരവാദിത്വത്തോടെ നടക്കണം. അവർ രണ്ടുപേരും കൊച്ചു കുട്ടികളല്ലേ ചേച്ചി? അവരെ എന്തിനാ ചേച്ചി ഇങ്ങനെ ഉപദേശിക്കുന്നത്? ഇവരാണോ കൊച്ചുകുട്ടികൾ ചന്ദ്രശേഖര? ഇവരെ ഇല്ലാതാക്കുന്നത് നീയാ. ഞാൻ അറിയാതെ ഇവർക്ക് പണം കൊടുക്കുന്നു. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? ചേട്ടൻ മരിച്ചതിന് ശേഷം കല്യാണം പോലും കഴിക്കാതെ ഈ വീടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയല്ലേ? നിന്നെപ്പോലെ ഇവരും കഠിനാധ്വാനം ചെയ്യണമെന്നാ ഞാൻ പറയുന്നേ. ഞാനിനി എത്ര കാലം ഉണ്ടെന്നറിയില്ല. അതിനുശേഷം ഇവരെങ്ങനെ ജീവിക്കും? അവർക്ക് ഞാനുണ്ടല്ലോ ചേച്ചി. ഞാൻ അവരെ നോക്കില്ലേ ചേച്ചി? ഞാനും നീയും ഒന്നും നോക്കുന്നതിൽ കാര്യമില്ല ചന്ദ്രശേഖര. അവര് രണ്ടുപേരും അവരുടെ സ്വന്തം കാലിൽ നിൽക്കണം. നമ്മുടെ ബിസിനസ് ഇവരാ നോക്കേണ്ടത്. അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഭിക്ഷ എടുക്കാൻ പോവോ? അതിനുള്ള സമയം വരുമ്പോ അവര് നോക്കിക്കൊള്ളും ചേച്ചി. ഇപ്പോഴേ എന്തിനാ? ഇപ്പോഴേ ചെയ്താലേ ഇവർക്കെല്ലാം അപ്പൊ മനസ്സിലാവൂ. മനസ്സിലാവേണ്ട സമയത്ത് എല്ലാം മനസ്സിലാവും ചേച്ചി. ഇവര് നന്നായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചന്ദ്രശേഖര.
ഞാൻ മരിക്കുന്നതിന് മുമ്പ് അത് നടക്കുമോ എന്തോ. ഒരു ചാൻസും ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഏതോ ഈവന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് തന്നെ വരുമോ? വരും ചേച്ചി, തീർച്ചയായും നമുക്ക് തന്നെ അത് കിട്ടും. ആ ഇവന്റില് ആനന്ദിനെയും വൈഷ്ണവിയെയും ഉൾപ്പെടുത്തണം. അവരെ കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യിക്കണം. ഞാനും അത് ആലോചിച്ചുകൊണ്ടിരുന്നു ചേച്ചി. ചേച്ചിയുടെ മനസ്സിലും അത് തന്നെ ഉള്ളതുകൊണ്ട് ഞാനതങ്ങ് ചെയ്തേക്കാം ചേച്ചി. ആനന്ദിന്റെയും വൈഷ്ണവിയുടെയും കൈകൊണ്ട് തന്നെ ഈ ഈവന്റ്സിന്റെ നോട്ടിഫിക്കേഷൻ തയ്യാറാക്കിയേക്കാം. ആൾറെഡി ഈ ഈവന്റ്സ് ഞാൻ വേറെ കമ്പനിക്ക് മറിച്ചു കൊടുത്തു. അതിന്റെ കമ്മീഷനും വാങ്ങിക്കഴിഞ്ഞു. ഒരു കാരണവശാലും ആ ഈവന്റ്സ് നമ്മുടെ കമ്പനിക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ബോംബ് ബ്ലാസ്റ്റിൽ നിന്ന് എന്നെ രക്ഷിച്ച ആ പെൺകുട്ടിയെയും കൂടെ കണ്ടുപിടിക്കണം. അവളെ എനിക്ക് പെട്ടെന്നൊന്ന് കണ്ടേ പറ്റൂ. അങ്ങനെ ആവട്ടെ ചേച്ചി, എനിക്കും അവളെ കാണേണ്ട ആവശ്യമുണ്ട് ചേച്ചി. നിന്നെ കൊല്ലേണ്ട ശ്രമത്തില് അവള് കുറുകെ വന്നു. അവളെ കൊന്ന് എന്റെ പ്രതികാരം ഞാൻ തീർക്കും. ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് 3 പേർക്കും ഒരേ കമ്പനിയിൽ തന്നെ ജോലി കിട്ടിയല്ലോ. ഇനി നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയില്ല ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത്. നമ്മൾ ബാച്ചിലേഴ്സ് ആണെന്ന് പറഞ്ഞ ആ ഓഫീസിൽ ജോലി വാങ്ങിയിരിക്കുന്നത്. അതെ ആന്റി, ഞങ്ങൾ ഹസ്ബൻഡും വൈഫാണെന്ന കാര്യം ആരും അവിടെ അറിയരുത്. അത് മാത്രമല്ല, നമ്മൾ ബന്ധുക്കളാണെന്ന കാര്യവും ആരും അറിയരുത്. ബാച്ചിലർ ആണെന്ന് നിങ്ങൾ ആ കള്ളം പറഞ്ഞത്. ഞാൻ സത്യത്തിൽ ബാച്ചിലർ തന്നെയാ. മോസ്റ്റ് എലിജിബിൾ ബ്യൂട്ടിഫുൾ ബാച്ചിലറാണ് ഞാൻ. ഡയലോഗ് അടിയില് നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളതല്ലേ. ഈ ലുക്കിൽ നിങ്ങളെ കാണാൻ നല്ല ബോറായിട്ടുണ്ട്. ആന്റി ആന്റിയായിട്ട് തന്നെ ഇരുന്നാ മതി. ഇങ്ങനെ ആന്റിയെ കാണാൻ കൊള്ളില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും അസൂയ, ജലസി, കുശുമ്പ്. ഞാൻ ഇനി എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കാൻ പോകുന്നത്. അപ്പോഴേ എന്റെ കല്യാണം നടക്കും. എന്തു പറ്റി? അറിയില്ല സർ, നോക്കണം. പെട്ടെന്ന് നോക്കാനിയാ, ഞങ്ങൾക്ക് വീട്ടിൽ പോണം. ആന്റി ആന്റിയുടെ കല്യാണത്തെ പറ്റി പറഞ്ഞപ്പോഴേ വണ്ടി നിന്നു. എന്റെ കല്യാണത്തിന് ഓട്ടോ നിന്ന് പോകാനും തമ്മിൽ എന്താ ബന്ധം? നിങ്ങളെ സഹിക്കാൻ മനുഷ്യന്മാർക്ക് പോലും പറ്റുന്നില്ല, പിന്നെ ഈ പാവം പിടിച്ച ഓട്ടോയും ബസ്സും ഒക്കെ സഹിക്കുന്നേ. സത്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്നോട് അസൂയ. എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ വരും. അത് കഴിഞ്ഞ് ജോലി കളയോ? അല്ല, കാറ് വാങ്ങും ഞാൻ. ആഹാ, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ. കാറ് വാങ്ങാനുള്ള സാലറി കിട്ടുന്ന വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അത്രയൊന്നും കിട്ടില്ല. എടാ, കടക്കാരൻ എന്തിനാടാ ഇങ്ങോട്ട് വരുന്നേ? നമുക്ക് ജോലി കിട്ടി നിറഞ്ഞ് കാശ് വാങ്ങാൻ വരുന്നതായിരിക്കും. 1 രൂപ പോലും തരാൻ പറ്റില്ലെന്ന് പറ അഖിൽ. എന്താ അനിയ, ഓട്ടോ നിന്നുപോയോ? നിങ്ങൾ എന്തിനാ നിർത്തിയത്? കടം ചോദിക്കാനാ? എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, ഇപ്പൊ തരാൻ പറ്റില്ല. ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും തരില്ല. കടം തരണമെന്ന് നിങ്ങളോട് ഇപ്പൊ ആരാ ചോദിച്ചത്? നേരത്തെ തന്നെ അഭിരാം സാർ കടങ്ങളൊക്കെ വീട്ടിൽ കഴിഞ്ഞല്ലോ. അഭി, കടങ്ങളൊക്കെ വീട്ടിൽ എന്നോ? എപ്പോ? ഇന്നലെ തന്നെ തന്നു. ശരിക്കും ഏട്ടൻ കാശ് തന്നോ? നിങ്ങൾ അറിഞ്ഞില്ലേ അത്? അത്രയും പണം എങ്ങനെ തന്നു? അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ആഹാരത്തിന് പോലും വഴിയില്ല, പിന്നെ എങ്ങനെ 20 ലക്ഷം കൊടുക്കുന്നത്? ഒരു പക്ഷേ നമ്മളറിയാതെ ഏട്ടൻ വീട് വിറ്റ് കാണുമോടി? വീട് വിറ്റിട്ടായിരിക്കും കടം തീർത്തത്. വീട്ടിലേക്ക് പോയി നമുക്ക് ചോദിക്കാം അഖിൽ. ഏയ് ആട്ടോ, പെട്ടെന്ന് തീർക്ക്. വീട്ടിൽ പോയിട്ട് വീട് രണ്ടാക്കാനുള്ളതാ. പെട്ടെന്ന് ജോലി തീർക്ക്. ഭാവനെ, 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 ഭാവനെ. എന്താ? എനിക്ക് ജോലി കിട്ടി ഭാവനെ. സത്യമായിട്ടും? സത്യമാണ് ഭാവനെ, എനിക്ക് ജോലി കിട്ടി. അഭി, വസു, എനിക്ക് ജോലി കിട്ടി. എന്ത് ജോലിയാട്ടാ? അത് നല്ല ജോലി തന്നെയാടാ അഭി. അക്കൗണ്ട്സ് ജോലിയാണോ ഭാസ്കരേട്ടാ? അതുപോലെയൊക്കെ തന്നെയാ മോളെ. ഏത് കമ്പനിയിലാട്ടാ? നല്ല കമ്പനിയാടാ. എത്രയായിട്ടാ ശമ്പളം? ആദ്യമൊക്കെ കുറച്ചേ കിട്ടത്തുള്ളൂ, പിന്നെ അതിന് വർധന ഉണ്ടാവും. ഇനി മുതൽ നമ്മളെ കഷ്ടപ്പാടെല്ലാം മാറും അഭി.
മാസം മാസം ശമ്പളമില്ല നിന്റെ കൈ ഞാൻ കൊണ്ടുവരും. വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നീ നോക്കണം. നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിരിക്കാന്നേ. ഏട്ടാ അത് പോരടാ. വീടിന്റെ കാര്യം എല്ലാം ഞാൻ നോക്കിക്കോളാം. ഏട്ടന്റെ മകൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഏട്ടന്റെ ശമ്പളം അവന്റെ പഠിത്തത്തിന് ഉപയോഗിക്കുക. എന്താ വീട്? നിന്റെ ഏട്ടൻ ജോലി അന്വേഷിച്ചു പോയത് ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയാ. മോന് പഠിക്കാനായിട്ട് ഒരുപാട് ചെലവില്ല ചേച്ചി.